യഥാർത്ഥ ക്രിസ്ത്യ ജീവിതത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം സമർപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അതിൻ്റെ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും പ്രവൃത്തിയിലൂടെ വിലയിരുത്തേണ്ടി വരുമ്പോൾ, അതായത് നല്ലൊരു എഴുത്തുകാരനും വായനാശീലമുള്ള ആളുമായിരുന്നു. എൻ്റെ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം വായിച്ചിട്ടുള്ള അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാ മേഖലകളെപ്പറ്റിയും സമഗ്രമായി പഠിക്കാൻ ശ്രമിച്ചു. സഭ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിരുകളുള്ള ഒരു വ്യവസ്ഥയാണ്. ചട്ടക്കൂടെന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ചട്ടക്കൂടുകൾ ഒരിക്കലും അദ്ദേഹം ലംഘിച്ചതായി, അതിൻ്റെ ആ ചട്ടക്കൂടിനെതിരായിട്ട് സഭയുടെ ചട്ടക്കൂടുകളിൽ അതിനെ ലംഘിക്കാതെ പുറം ലോകത്തേക്ക് പോകാൻ സാധിച്ചു. എല്ലാവരുടെയും സംവിധാനങ്ങൾക്കുള്ളിലേക്ക് കടന്നു എന്ന ആളുകളെയെല്ലാം തൻ്റെ സാമീപ്യം കൊണ്ടും തൻ്റെ വാക്കുകൊണ്ടും അദ്ദേഹത്തിന് തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിച്ചു. അതുകൊണ്ടാണ് കൽദായ സുറിയാനി സഭയെ സംബന്ധിച്ച് തൃശ്ശൂരും മറ്റ് പല നഗരങ്ങളിലും കേരളത്തിന് പുറത്തും പള്ളികൾ ഉള്ളതായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെയെല്ലാം ഒരു എളിമയുടെ തെളിമ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തോട് സംസാരിക്കാൻ പോകുമ്പോൾ ഒരിക്കൽ അദ്ദേഹം കുറച്ചു കാലം പരമാധികാര സ്ഥാനത്ത് തന്നെ ആ സഭയുടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ഒരിക്കലും അനുഭവപ്പെടാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പദവിയൊന്നും എനിക്കില്ലാത്ത കാലത്ത് ഞാനൊരു പൊതുപ്രവർത്തകനായപ്പോൾ ഇവിടെ വരുമ്പോഴും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടാണ്. നമ്മുടെ ജിജ്ഞാസ, നമ്മുടെ ഉള്ളിലുള്ള ജിജ്ഞാസയെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും ആരെയും നുള്ളി നോവിക്കാതെ അവരുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനോടുള്ള പൊരുത്തപ്പെടൽ, ആ പൊരുത്തൽ പ്രക്രിയയിൽ തിരുമേനിയുടെ അത്യധികം അദ്ദേഹത്തിനുള്ള അതീവമായ അദ്ദേഹത്തിൻ്റെ കഴിവ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും മറ്റുള്ള സഭകൾ, വലിയ വലിയ സഭകൾ എണ്ണം കൊണ്ടും പ്രവർത്തനക്ഷമത കൊണ്ടും അതിൻ്റെ വ്യാപ്തി കൊണ്ടുമെല്ലാം ഏറ്റവും ഉയർത്തി നിൽക്കുന്ന സഭകൾ, അങ്ങനെയുള്ള സഭകളൊക്കെ പോലും ഇപ്പം ഇവിടെ സീറോ മലബാർ സഭയുടെ, അത് ഇന്നത്തെ ഇന്ത്യ ഒട്ടാകെയുള്ള ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ അധ്യക്ഷനായിട്ടുള്ള താഴത്തെ പിതാവ്, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവരെയൊക്കെ പോയി കാണുമ്പം കാലിക വിഷയങ്ങൾ ചിലപ്പോൾ അവർ വിമർശനത്തോടു കൂടി പറയുമ്പോൾ അതിനെ സഹിഷ്ണുതയോടെ കേൾക്കേണ്ടി വരുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കൽ തിരുമേനിയുടെ അടുത്ത് പോയ അവസരത്തിൽ ആൻഡ്രൂസ് താഴത്തെ പിതാവിൻ്റെ അടുത്ത് നിന്നൊരു കണക്കെനിക്ക് കിട്ടി. ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹം പഠിച്ചു വെച്ചൊരു കണക്കെന്നോട് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ മെല്ലനെ എഴുതിയെടുത്തിട്ട് പിന്നത്, അന്ന് ഞാൻ ഗവർണറല്ല, അത്ത സമയത്താണെന്ന് എൻ്റെ ഓർമ്മ. 64 എത്ര % ഇവിടെ ക്രിസ്ത്യൻ സഭ ഉണ്ടായിരുന്നു, എത്ര ആളുകളുണ്ടായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയപ്പോൾ എനിക്കൊരു ഒരു ഒരു ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു 10 പുസ്തകം വായിച്ച് ആർജിക്കുന്ന നമ്മുടെ നോളജിനേക്കാൾ വിജ്ഞാനത്തേക്കാൾ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അത് എൻ്റേതായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞത് വേറൊരു തരത്തിലാണ്, ഞാൻ പറയുമ്പോൾ അന്ന് രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് അതിനെ വേറൊരു തരത്തിൽ ഞാൻ വ്യാഖ്യാനിച്ചു. ഇതിങ്ങനെയുള്ള, എനിക്കതുകൊണ്ടാണ് പലപ്പോഴും എല്ലാവരും ചോദിക്കുക എന്താ ഇത്ര ബന്ധം ഇവരോടൊക്കെ എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഞാൻ എല്ലാ അത്തരം മേഖലകളിലും പോകുമ്പോൾ ഇതെല്ലാം കൊടുക്ക വാങ്ങലുകളാണ്. നമ്മുടെ ഉള്ളിലുള്ള ആശയം അങ്ങോട്ട് പറയാനും തിരിച്ചിങ്ങോട്ട് പറയാനും അതുവഴി കിട്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് സ്ഫുടം ചെയ്തൊക്കെ എടുക്കേണ്ടി വരുമായിരിക്കാം. അല്ലെങ്കിൽ തൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ പ്രതികരിക്കുന്ന അഭിഭാഷകനെ പോലെ, തൻ്റെ കക്ഷിക്കെന്ന് ഞാൻ പറയുന്നില്ല, തൻ്റെ താല്പര്യത്തിനനുസരിച്ച് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ മാർ അപ്രം തിരുമേനി സ്നേഹമസൃണമായി അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം ഞാൻ ഉൾക്കൊള്ളുന്ന ആശയത്തോട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം മാധുര്യത്തോടുകൂടി അത് പറയുമ്പോൾ ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ തോന്നുന്നു അതങ്ങനെ ആയിരുന്നു, അദ്ദേഹം പറയുന്നതല്ലേ കൂടുതൽ ശരിയെന്ന് തോന്നിയ എത്ര സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു മികച്ച മാതൃക, ആ മികച്ച മാതൃകയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പൊരുൾ തേടി പോകുമ്പോൾ സ്നേഹവും ദയയും കാരുണ്യവും അതിലൊക്കെ ഉപരിയായതിനു വേണ്ടിയുള്ള സമർപ്പണവുമാണ്. ആ സമർപ്പിത ജീവിതം
അത് മാനവരാശിക്ക് ഒന്നടങ്കമാണ്. സ്നേഹം എല്ലാവർക്കും വേണ്ടി കൊടുക്കേണ്ടതാണ്. തൻ്റെ സഭയിലെ ആളുകൾക്ക് മാത്രമല്ല, സഭയുടെ താല്പര്യം സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹവും ദയയും കാരുണ്യവും ഒക്കെ വർഷിക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള ദൈവസന്ദേശത്തെ അദ്ദേഹം നെഞ്ചിലേറ്റിയെന്ന് മാത്രമല്ല, ഒരിക്കലും അതിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ച ഒരു സംഭവം പോലും തൃശ്ശൂരിൽ ആർക്കും ചൂണ്ടിക്കാട്ടാനുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം സ്വാഗത പ്രസംഗം പറഞ്ഞ അവസരത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. വ്യത്യസ്തമായ സഭകളിലെല്ലാം അതാതിൻ്റേതായ താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും അതിൻ്റെ വഴികളിലൊക്കെ ആ വഴികൾ വാസ്തവത്തിൽ വ്യത്യസ്തമായ വഴികളിലൂടെ ദൈവത്തെ തേടി എത്തുന്ന ഒരു സങ്കല്പം പ്രാചീന ഭാരതത്തിൻ്റേതാണ്. അതുകൊണ്ടാണ് ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, പ്രാപഞ്ചിക സത്യം തേടിയുള്ള യാത്രയിൽ സത്യം ഒന്ന് മാത്രമാണ്, ഒന്നാണ്, ആ ഏകമാണ്. പക്ഷെ ആ സത്യത്തെ തേടിയുള്ള വഴികൾ വ്യത്യസ്തമാണ്, വിഭിന്നങ്ങളാണ്. പക്ഷെ ആത്യന്തികമായി എത്തിച്ചേരുന്നത് ആ ഏക പ്രപഞ്ച സത്യത്തിലേക്കാണെന്ന് പറയുമ്പോൾ ഭാരതീയ കാഴ്ചപ്പാടുള്ള മതങ്ങളായാലും സെമിറ്റിക് മതങ്ങളായാലും സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ കാണാൻ സാധിക്കും. ഈ തത്വത്തെ വാസ്തവത്തിൽ ഏറ്റവും അധികം പ്രായോഗികമായി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിൽ കാലം ചെയ്ത മാർ അപ്രേം തിരുമേനി നടത്തിയ സേവനങ്ങളെ ഞാൻ ഒരു വലിയ ഈ നാടിന് വേണ്ടിയുള്ള വൈവിധ്യമുള്ള ഒരു വൈരുദ്ധ്യത്തിലേക്ക് പോകേണ്ട ഒരു നാടിനെ, അത് വൈരുദ്ധ്യമല്ല വൈവിധ്യമാണ്, എല്ലാ വൈവിധ്യങ്ങളും മാനിക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടെത്തിക്കാൻ അദ്ദേഹം വഴികാട്ടിയായ സന്ദർഭങ്ങൾ എൻ്റെ സ്മൃതിപരത്തിലൂടെ കടന്നു പോകുന്നു. ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്രശിരസ്കനാവുന്നു. തീർച്ചയായും പിന്നീട് അഭിവന്ദ്യ മാർ ഔഗൻ കുര്യാക്കോസ് മെത്രോപ്പൊലിത്ത തിരുമേനി അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തു. ഇനി അദ്ദേഹത്തിന് കൂടുതൽ തീർച്ചയായും മാർ അപ്രേം തിരുമേനിയെ തൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ മികച്ച മാതൃകകളൊന്നായി കണ്ടുകൊണ്ട് ഈ സഭയെയും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും മൊത്തം ക്രിസ്ത്യ സമുദായത്തെയും അതുപോലെ പൊതുസമൂഹത്തെ ഒന്നടങ്കം ആ നിലയ്ക്ക് നന്മയുടെ പ്രകാശം വർഷിക്കുന്ന രീതികളിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ ഈ അനുശോചനം എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അദ്ദേഹത്തിലുള്ള ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി തുടക്കം കുറിച്ചതായി നിങ്ങളെല്ലാം അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.